മുക്കിന് മലയാളികളുള്ള ഇന്ത്യയിലെ നഗരമാണ് ബംഗളൂരു. എവിടെ തിരിഞ്ഞു നോക്കിയാലും മലയാളികളെ കാണാം, മലയാളം കേൾക്കാം. കേരളത്തിലെ നഗരങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന ദീർഘദൂര ബസ്സുകളും ഈ നഗരത്തിലേക്കാണ്. പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, പ്രൊഫഷണലുകൾ എന്നിങ്ങനെ ബംഗളൂരു നഗരത്തിന്റെ തുടുപ്പിനൊപ്പം നടന്നു നീങ്ങുന്നവർ. എന്തിന് സ്വിഗ്ഗിയും സൊമാറ്റോയും ഡെലിവറി ചെയ്യുന്നവരിൽ പോലും മലയാളികളുണ്ട്. ഇത്രയധികം മലയാളിത്തമുള്ള ഈ നാട്ടിൽ നിന്ന് ഇന്ന് കേരളത്തെ ആകെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നു. ബംഗളൂരുവിൽ പഠിക്കാൻ വേണ്ടി കോട്ടയത്ത് നിന്ന് പോയ 20 വയസ്സുകാരി സുഹൃത്തുക്കളുടെ താമസ സ്ഥലത്ത് വെച്ച് ബലാത്സംഗത്തിനിരയായി. സംഭവം നടന്നത് 11-ാം തീയതി അർദ്ധരാത്രിയാണ്. പ്രതിയും മലയാളി തന്നെ, വയനാട് ബത്തേരി സ്വദേശി ഹൈനസ്. കൂട്ടുകാരുടെ കൂട്ടുകാരിയോട് കൊടും ക്രൂരത കാട്ടിയ ഈ പ്രതിയെ ഇതുവരെ പോലീസിന് പിടിക്കാനായിട്ടില്ല. അതേസമയം കേസിൽ പോലീസ് ഹൈനസുമായി ഒത്തുകളിക്കുന്നുണ്ടെന്നും പരാതിക്കാരി ആരോപിക്കുന്നുണ്ട്. പഠനത്തിനിടെ പാർട്ട് ടൈമായി മടിവാളയിലെ മോമോ ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു പെൺകുട്ടി. 2 മലയാളികൾ തന്നെയാണ് ഈ ഷോപ്പ് നടത്തുന്നത്. പരാതിക്കാരിയായ പെൺകുട്ടി കുറച്ചു നാളായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ മോമോ ഷോപ്പ് നടത്തിപ്പുകാരുമായി നല്ല സൗഹൃദത്തിലുമാണ്. 11-ാം തീയതി ഇവർ വൈകിട്ട് ഒരു പാർട്ടി നടത്തി. അതിലേക്ക് ഈ പെൺകുട്ടിയെയും വിളിച്ചിരുന്നു. മുൻപും ഇത്തരം പാർട്ടി നടത്തിയിട്ടുണ്ടെന്നും അതിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും പെൺകുട്ടി തന്നെ പറയുന്നുമുണ്ട്. മോമോ ഷോപ്പ് വിൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇവർ രണ്ടുപേരും. ഇതിനായി ഇടനിലക്കാരനായി വന്നതാണ് ഹൈനസ്. പെൺകുട്ടിയുടെ കൂട്ടുകാരായ യുവാക്കൾ ഭക്ഷണം എടുത്തുകൊണ്ടുവരാനായി പോയപ്പോഴാണ് ഹൈനസ് പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നത്, ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുന്നത്. We move forward with the complaint, they will kill us, and we got afraid because inside the police station only they are threatening. So that time we got so afraid because we thought that they have so much power, and actually they have so much power. The police also not supporting, not giving so much pressure into that case or anything. So we got afraid, and they said that if we move forward, they will kill us. If we agree to compromise, they will never come across our ways, they will never harm us, or they will never made an issue or anything. We got afraid of that threatening, and we at last we agreed to okay, we will compromise like that. ഈ സംഭവം നടന്നതിന് ശേഷം ഹൈനസിന്റെ സ്വഭാവം ഭീഷണിയുടെ സ്വരത്തിലായി. സംഭവത്തെപ്പറ്റി പരാതി നൽകിയാൽ പെൺകുട്ടിയുടെ ജീവൻ എടുക്കുമെന്നാണ് അയാൾ പറഞ്ഞത്. അത് അതിനെ നീയാണ് കഴിച്ചാണെങ്കിലേ നീ വലിയ പടച്ചുവാണ്, പക്ഷെ പുറത്തു വന്നല്ലേ ഈ ഭീഷണിയിലൊന്നും പതറാതിരുന്ന പെൺകുട്ടി പിറ്റേന്ന് രാവിലെ തന്നെ മടിവാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പക്ഷേ പരാതി സ്വീകരിക്കാൻ പോലീസുകാർ തയ്യാറായില്ല. ഹൈനസ് ഇവിടെയും വന്ന് പോലീസിന് മുന്നിൽ വെച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. പരാതി കേസാക്കാതെ പറഞ്ഞു തീർക്കാനായിരുന്നു പോലീസുകാരുടെ ആഗ്രഹം. ബലാത്സംഗത്തിനിരയായെന്ന് ഇര വന്ന് പറഞ്ഞിട്ടും മെഡിക്കൽ പരിശോധനയ്ക്ക് പോലും പോലീസ് തയ്യാറായില്ല. കേസ് ഒത്തുതീർക്കുക, അതിനായിരുന്നു അവരുടെ ശ്രമം. പക്ഷേ അതിന് പെൺകുട്ടി തയ്യാറായില്ല. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറെ കണ്ട് നേരിട്ട് പരാതി പറഞ്ഞു. ഉടൻ കേസെടുക്കാൻ DCP നിർദ്ദേശം നൽകി. 9-ാം ദിവസം അങ്ങനെ വൈദ്യ പരിശോധന നടത്തി പോലീസ് കേസെടുത്തു. ഏതാണ്ട് ഈ പെൺകുട്ടിയുടെ പ്രായത്തിലുള്ള, അത്രയും പ്രായം എത്താത്ത നിരവധി പെൺകുട്ടികളാണ് പഠിക്കാനും ജോലിക്കുമൊക്കെയായി ബംഗളൂരുവിലെത്തുന്നത്. കേരളത്തിൽ നിന്നാണ് ഏറെ പെൺകുട്ടികളും എത്തുന്നത്. ബംഗളൂരുവിൽ ഇവരുടെ സുരക്ഷ എത്രമാത്രമെന്ന് സംശയമുണ്ടാക്കുന്നതാണ് ഈ സംഭവം. വേഗവും തിരക്കും കാരണം രാവു പകലാകുന്ന നഗരത്തിൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണം. അതിന് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കഴിയണം. ഈ പെൺകുട്ടിയോട് കാണിച്ചതുപോലുള്ള നീതികേട് ഇനി ആരോടും ഉണ്ടാകരുത്. അനുവാദമില്ലാതെ ശരീരത്തിൽ തൊടുന്നവർ ആരായാലും അവരെ വെറുതെ വിടരുത്.
പക്ഷേ ഈ കേസിൽ നടന്നത് നീതിക്ക് നിരക്കുന്നതല്ല. പ്രതിയും ഒരു മലയാളിയാണ്. പക്ഷെ അവിടെ നമ്മുടെ മലയാളി ബോധം അയാൾക്കൊപ്പമല്ല. അയാൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണം. ഈ പെൺകുട്ടിയെ ജീവനെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഹൈനസിനെ ഒളിവിൽ കഴിയാൻ അനുവദിക്കുന്ന പോലീസുകാരും ഈ മലയാളി പെൺകുട്ടിയോട് കാട്ടുന്നത് പൊറുക്കാനാവാത്ത ക്രൂരത തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.